ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം. അപ്പോൾ വീഡിയോയുടെ അവസാനം കുറച്ച് തെറ്റും ശരിയുമായിട്ടുള്ള പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ 91ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി, അരോഗശരീരം. 92, പോട്ടെ അധികം അവൻ ചേർത്തെഴുതിയാൽ. ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം ശരി. പോട്ടവൻ, പോട്ടേയവൻ. 93, പിരിച്ചെഴുതുക. കാട്ടിനേൻ. ആൻസർ ഓപ്ഷൻ എ, കാട്ടി അധികം ഏൻ. 94, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി, ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. 95, നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. 96, തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, മധൂലി. 97, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? ആൻസർ ഓപ്ഷൻ ബി, മധുരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. 98, എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. അപ്പം ഇതിനകത്ത് ആൻസർ ഇല്ല. അപ്പം ചെട്ടിച്ചിയുടെ എതിർലിംഗം എന്തുവാ? ചെട്ടിയാർ. ചെട്ടിയാർ. ചെട്ടിയാർ എന്നുള്ളതിൻ്റെ എതിർലിംഗമാണ് ചെട്ടിച്ചി. 99, മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി, പീതാംബരൻ. 100, ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. ഇനി നമുക്ക് തെറ്റും ശരിയായിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ തെറ്റും ശരിയായിട്ടുള്ള പദങ്ങളിൽ ശരിയായിട്ടുള്ളവയിൽ ടിക്ക് കൊടുത്തു പോവാം. അക്ഷന്തവ്യം, അഖണ്ഡത, അഗാധം, അങ്ങനെ, അടിമത്തം, അതിർത്തി, അത്യാഗ്രഹം, അത്യാവശ്യം, അധമം, അതിഥി, അധ്യക്ഷത, ആധ്യാത്മികം, അധകൃതൻ. അധപ്പതനം, അനന്തരവൻ, അനാച്ഛാദനം, അനാവശ്യം, അനുഗ്രഹം, അനുഗൃഹീതൻ, അന്തസ്, അന്തസത്ത, അന്തഛിദ്രം, അപകർഷം, അഭിവാഞ്ച, അഭ്യസ്ത വിദ്യൻ, അസന്നിധ്യം, അസ്തമയം, അസ്തിത്വം, ആജാനുബാഹു, ആഢ്യൻ, ആഢ്യത്വം, ആണത്തം, ആദ്യക്ഷ്യം, അധ്യക്ഷൻ, ആതിഥ്യം, ആപാദചൂടം, ആപാദമധുരം, ആവൃത്തി. ഉച്ഛിഷ്ടം, ഉച്ഛൃംഖലം, ഉദ്ഗ്രഥനം, ഉദ്ഘാടനം, ഉദ്ഘോഷം, ഉദ്ബോധനം, ഉത്കണ്ഠ, ഉത്കർഷം, ഉത്പത്തി, ഉദ്ഭവം, ഉദ്ദിഷ്ടം, ഐകകണ്ഠ്യേന, ഐച്ഛികം, കനിഷ്ഠൻ, കവയിത്രി. കുട്ടിത്തം, കുടിശ്ശിക, ചടുതി, ദ്വിത്വം, ദ്വന്ദ്വം, നിഘണ്ടു, നിഗൂഢം, പങ്കാളിത്തം, പതിവ്രത, പീഡനം. വാഞ്ച, വിഡ്ഢിത്തം, വിദ്യുച്ഛക്തി, വിമ്മിട്ടം, വ്യുത്പത്തി, ശിപാർശ, ശിരച്ഛേദം,
ശുശ്രൂഷ, ശൃംഖല, ശ്രേഷ്ഠം, സമ്രാട്ട്, സാമൂഹികം, സ്നിഗ്ധം, സാന്ത്വനം, ഹസ്തദാനം, ഹരിതം, ഹാർദം, ഹ്രസ്വം, ഹൃദ്യ. അപ്പോൾ ഈ പദങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ.